നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം 1199 മിഥുന മാസത്തിലെ ഫലങ്ങളെപ്പറ്റിയാണ്. അതായത് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ അനുഭവപ്പെടാനിടയുള്ള ഫലങ്ങൾ. ചിലർക്ക് കൂടുതൽ ഗുണമായിരിക്കും, ചിലർക്ക് അല്പം ദോഷകരമായിരിക്കും, ചിലർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടും വരാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 5 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ നക്ഷത്രഫലം പറയുന്നത് ഗ്രഹങ്ങളുടെ താൽക്കാലിക സ്ഥാനങ്ങൾ, ഗ്രഹങ്ങളുടെ സഞ്ചാര പ്രത്യേകതകൾ, അതുപോലെ ഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം, ദൃഷ്ടി, അതുപോലെ നക്ഷത്രങ്ങളുടെ പ്രത്യേക സ്വഭാവം, നമ്മുടെ ജന്മനക്ഷത്രത്തിൻ്റെ പ്രത്യേക സ്വഭാവം. അതായത് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഓരോരോ പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദ്രൻ്റെ ഓരോ കൂറുകളിലൂടെയുള്ള സഞ്ചാരം, അല്ലെങ്കിൽ ഓരോ നക്ഷത്രങ്ങളിൽ കൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോഴുള്ള ഫലം. അപ്പോൾ ഇതെല്ലാം ചേർത്താണ് നമ്മൾ താൽക്കാലിക ഫലങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹനില നോക്കുമ്പോൾ സൂര്യനും ബുധനും ശുക്രനും മിഥുനം രാശിയിലാണ്. വ്യാഴമാണെങ്കിൽ ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ചൊവ്വ സ്വക്ഷേത്രമായ മേടം രാശിയിലുണ്ട്. രാഹു മീനത്തിൽ, കേതു കന്നിയിൽ, ശനി മൂലക്ഷേത്രമായ കുംഭൻ രാശിയിലും സഞ്ചരിക്കുന്നു. ഇതാണ് നമ്മൾ പെട്ടെന്ന് പറയാവുന്ന ഗ്രഹ അവസ്ഥകൾ ഇപ്പോഴുള്ളത്. ഇതിൽ ബുധൻ താമസിയാതെ കർക്കടകൻ രാശിയിലേക്ക് മാറും. അല്പം കഴിഞ്ഞാൽ ഉടൻ തന്നെ ശുക്രനും കർക്കടകത്തിലേക്ക് കടക്കും. ഇതൊക്കെ കുറേശ്ശെ അനുഭവം മാറ്റം വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഈ പ്രതിമാസ ഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിഥുന മാസത്തിലെ ഓരോ നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലമാണ്. അവിട്ടം നക്ഷത്രം മകരക്കൂറിലും കുംഭക്കൂറിലുമായിട്ട് വരുന്ന നക്ഷത്രമാണ്. അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം മകരക്കൂറിൽ ഉൾപ്പെടുന്നു, രണ്ടാമത്തെ പകുതി ഭാഗം കുംഭക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവിട്ടം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് ശാരീരിക മാനസിക ബലം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ചൊവ്വയാണ് നമുക്ക് ഒരു എനർജി തരുന്നത്. എന്തൊരു ആവശ്യത്തിനും ചാടി ഇറങ്ങാനുള്ള ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസമൊക്കെ തരുന്ന ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. അഥവാ ചൊവ്വയുടെ ശക്തിയാണ്, അല്ലെ ചൊവ്വയുടെ ഒരു എലമെൻ്റ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കതിനുള്ള ശക്തി കിട്ടുന്നത്. അഗ്നിഭൂതം ഉള്ള ഗ്രഹമാണ് ചൊവ്വ. മേടം രാശിയും അഗ്നിഭൂതമുള്ള രാശിയാണ്. അപ്പോൾ മേടം രാശിയിൽ ചൊവ്വ നിൽക്കുമ്പം ആ എഫക്റ്റ് നമ്മളിൽ കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ നക്ഷത്ര ദശാനാഥനായ ചൊവ്വയുടെ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ ചൊവ്വയുടെ മൂലകങ്ങളുടെ അല്ലെങ്കിൽ ആ എലമെൻറ്റുകളുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് ആത്മശക്തിയും ശാരീരിക ശക്തിയും വർദ്ധിക്കും. ഉണർന്ന് പ്രവർത്തിക്കാൻ ഉള്ള ആർജവം നമുക്ക് ഉണ്ടാവും, ഉത്സാഹം ഉണ്ടാവും. പെട്ടെന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അസാമാന്യമായ ഒരു കഴിവ് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകും. മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് മത്സരിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. വിജയിക്കാനുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ എതിർപ്പുകളെ ഒട്ടും വകവെക്കുകയില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് ചില സമയത്ത് ഗുണകരമാണ്. എന്നാൽ ഈ ഓഫീസുകളിലും കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും എതിർത്ത് നിൽക്കുന്നത് അല്പം അലോസരം സൃഷ്ടിച്ചേക്കാമെന്നുള്ളത് അതിൻ്റെ പ്രായോഗിക ഒരു ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് തന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള അഭിപ്രായങ്ങൾ മേലുദ്യോഗസ്ഥരൊക്കെ സ്വീകരിക്കുകയും അവർക്കതിന് അഭിനന്ദനങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്സാഹത്തോടെ ഏതൊരു കാര്യത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. പിന്നെ കുംഭക്കൂറുകാർക്ക് ഒരു പിന്തുണ കൂടെ, രാഷ്ട്രീയമായിട്ടും മറ്റും ഒരു പിന്തുണ ലഭിക്കുന്ന കാലമാണ്. സഹോദരന്മാരിൽ നിന്നും ഗുണകരമായ അനുഭവം ഉണ്ടാകും. അതോടൊപ്പം തന്നെ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എതിർപ്പുള്ളവരെ പോലും തൻ്റെ കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു കഴിവും കൂടുതലായിട്ട് ഉണ്ടാകും. കാർഷിക കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്നതാണ്. പിന്നെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ അവർക്ക് സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകാനാണ് സാധ്യത. ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കും, ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും സുഗമമായിട്ട് കൊണ്ടുപോകുക. ആ ടെൻഷൻ പോലും നമുക്ക്
നമ്മുടെ ഉത്സാഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അനുഭവപ്പെടും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷ അനുസരിച്ചുള്ള ജോലി കിട്ടണം എന്നില്ല, അതുകൂടെ ഓർത്തിരിക്കുക. പിന്നെ സാമാന്യം നമുക്ക് കൊള്ളാവുന്ന, നമ്മളെക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയാണെങ്കിൽ അത് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അത് നമുക്ക് ഒന്നുമല്ലെങ്കിലും അടുത്തൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം എക്സ്പീരിയൻസ് ആയിട്ടെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. വെറുതെ ജോലിയും പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ആ സമയത്ത് കിട്ടുന്ന ഒരു ജോലി സ്വീകരിക്കുന്നതാണ് കൂടുതൽ പ്രായോഗികമായ സമീപനം. ബിസിനസ് ചെയ്യുന്നവർക്കും സാമാന്യം ഗുണകരമാണ്. പക്ഷേ ബിസിനസ്സിൽ നമ്മൾ കുറച്ച് അഗ്രസീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണ്? എടുത്തു ചാടി പല പ്രതികരണങ്ങളും നടത്തും. അപ്പോൾ അത് എക്സിക്യൂഷൻ്റെ കാര്യത്തിൽ, അതായത് ഏതെങ്കിലും പദ്ധതി നടപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഗുണകരമാണെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള എടുത്തുചാട്ടം അത്ര നല്ലതല്ല. വളരെ നല്ലതായിട്ട് സൗമ്യമായിട്ട് തന്നെ അവരോട് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രണയബന്ധങ്ങളിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൾ തെറ്റിദ്ധരിച്ചോ അതല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടപെടൽ കൊണ്ടോ ഒക്കെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ കയറി ഇടപെടാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശാന്തമായ മനസ്സോടുകൂടി അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കുക. മാതാപിതാക്കളുടെ ഭാഗത്തും ശരിയുണ്ടാവും. നമ്മളെക്കാളും കൂടുതൽ അനുഭവപരിചയമുള്ളവരാണ് മാതാപിതാക്കൾ. പക്ഷേ ഈ മാറിയ പുതിയ സാഹചര്യങ്ങളൊക്കെ നമുക്കാരും കൂടുതൽ അറിയാവുന്നത് പുതിയ തലമുറയ്ക്കാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ച് യുക്തമായൊരു തീരുമാനം എടുക്കാനായിട്ട് ഈ അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് നല്ല ശ്രദ്ധ വേണം. കലാപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഏതൊരു ഘട്ടത്തിലും നമ്മളുടെ പെരുമാറ്റം വളരെ നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക, മാന്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന വാക്കുകളും എപ്പോഴും മാന്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. ചൊവ്വയുടെ ആധിപത്യമുള്ള നക്ഷത്രമായതുകൊണ്ടും ഈ സമയത്ത് ചൊവ്വ ആഗ്നേയ രാശിയിൽ പവർഫുള്ളായിട്ട് നിൽക്കുന്നത് കൊണ്ടും ഒരല്പം എടുത്തുചാട്ടവും കുറച്ചൊരു ഹാർഡായിട്ടുള്ള സ്വഭാവമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. കാരണം 4-ലാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് 4-ലാണ് ചൊവ്വ നിൽക്കുന്നത്. മകരം, കുംഭം, മീനം, മേടം. അപ്പം 4-ലാണ് ചൊവ്വ നിൽക്കുന്നത്. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3-ൽ നിൽക്കുന്ന ചൊവ്വ കൂടുതൽ യോഗകാരകനാണ്. അപ്പോൾ അവിട്ടം കുംഭക്കൂറുകാർക്ക് ചൊവ്വയെ കൊണ്ടുള്ള ഫലം കൂടുതൽ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ കുംഭക്കൂറിൽ ശനി സഞ്ചരിക്കുന്നുണ്ട്. അവരുടെ രാശിനാഥനും കൂടെയാണ് ശനി. അത് ഗുണകരമാണ്. അപ്പോൾ കുംഭക്കൂറിലുള്ളവർക്കൊരു പ്രശ്നം ഉണ്ടാകാനിടയുള്ളത് രാഹു അവരുടെ ധനഭാവത്തിൽ സഞ്ചരിക്കുന്നു, വാക്കിൻ്റെ ഭാവത്ത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവർക്കും അനുഭവപ്പെട്ടേക്കാം. ചെറിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം വാക്കുകൾ സൂക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒരു സ്ഥാനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ നക്ഷത്രക്കാരതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ള വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിക്കണം. 2 വീലർ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മാസം നന്നായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. വലിയ ദോഷങ്ങളൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ ഈ ചൊവ്വയെ കൊണ്ടും രാഹുവിനെ കൊണ്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ മുറിവോ ചതവോ തൊലിപ്പുറമേയുള്ള പരിക്കുകളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അതൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. മറ്റ് ഗ്രഹനിലകളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബുധന്, ശുക്രന്, സൂര്യന് ഇതൊക്കെ സാമാന്യം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് പറയാൻ കഴിയുന്നത്. അടുത്തത് ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർ സ്വതന്ത്ര നിലപാടുകൾ എടുക്കുന്ന ഒരു മാസമാണിത്. ആ നിലപാടുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതേപോലെ തന്നെ വീട്ടിലെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിക്കും. വീടൊന്ന് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ വീട്ടിലെ ഫർണിച്ചറൊക്കെ ഒന്ന് മാറിയിട്ട് പുതിയത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പഴയതൊന്ന് പോളിഷ് ചെയ്തിടാനോ ഒക്കെ ഉള്ള ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകും. ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പോകുന്നത്. എങ്കിൽ പോലും നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും. ആദർശം മാത്രം മുന്നോട്ട് പിടിച്ചുകൊണ്ട് പോയാൽ ജീവിതം
കാര്യക്ഷമമാകുകയില്ല, അല്ലെങ്കിൽ സമയം നേരായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിൽ പ്രായോഗിക തലത്തിലേക്ക് ചിന്തകൾ മാറും. കുടുംബ ജീവിതത്തിൽ സാമാന്യം സന്തോഷകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. മക്കളുടെ പഠന പുരോഗതി, മക്കളുടെ പൊതുവായിട്ടുള്ള പെർഫോമൻസ്, അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിൽ ആയിരിക്കും. മക്കൾക്ക് ജോലി കിട്ടാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. പിന്നെ രാഹുവും ശനിയും സഞ്ചരിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്, ജന്മശനിക്കാലമാണ്. ശനി മൂലക്ഷേത്രത്തിലായതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകും എങ്കിലും സാമാന്യം ഗുണകരമാണ്, രാശിനാഥനും കൂടെ ആയതുകൊണ്ട്. എങ്കിൽ പോലും ജന്മശനിയുടേതായ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ള ചില ആൾക്കാർ ജീവിതത്തിലോട്ട് കടന്നു വരിക, ഇതൊക്കെയാണ് സംഭവിക്കാൻ ഇടയുള്ളത്. വാക്കിൻ്റെ സ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ട് രാഹു കുറച്ച് ധനം കുറുക്കുവഴികളിൽ കൂടെ കൊണ്ടുതരും എന്നുള്ളത് മറ്റൊരു ഗുണകരമായ കാര്യമാണ്. ലോട്ടറി പോലും വൻതോതിലല്ലെങ്കിലും ചെറിയ സമ്മാനമൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. പക്ഷേ ധനപരമായ തടസ്സത്തിന് സാധ്യതയുണ്ട്. മറ്റു പല കാര്യങ്ങളിലും പൈസ ബ്ലോക്കായിട്ട് പോവുകയും ചെയ്യാം. കുറുക്കുവഴികളിലൂടെയുള്ള ധനമാണ് കയ്യിലേക്ക് വരാൻ സാധ്യത കൂടുതൽ. പിന്നെ പലപ്പോഴും നുണ പറയേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. പിന്നെ നമ്മൾ അറിയാതെ പറയുന്ന ചില കാര്യങ്ങൾ വിഷമയമാകാനുള്ള സാധ്യതയും ഉണ്ടായേക്കാം. പിന്നെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗമുണ്ട് ഈ മാസം. കുറച്ച് അലസതയും ഉദാസീനതയും കാണിക്കുന്നത് മൂലം തെറ്റിദ്ധരിക്കപ്പെടാം. മടി കാണിക്കുന്നു എന്നോ ഞങ്ങളുടെ കാര്യത്തിൽ താല്പര്യമില്ല എന്ന് ബന്ധുക്കൾ പറയുകയോ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം, നമ്മുടെ ആ ഉദാസീന മനോഭാവം. എന്നാൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധിക്കുന്നതാണ്. നമ്മളോട് സഹായം ചോദിക്കുന്നവർക്ക് സഹായമൊക്കെ ചെയ്യാൻ കഴിയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലതും നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ നല്ലൊരു പരിധിവരെ ഉപയോഗിക്കാനുള്ള കഴിവും ഈ സമയത്ത് ഉണ്ടാകും. അപ്പം ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുംഭത്തിലാണല്ലോ ചതയം വരുന്നത്. കുംഭം രാശിയിലാണ് ചതയം നക്ഷത്രം വരുന്നത്, കുംഭക്കൂറിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ശുക്രൻ 5-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ മൂലത്രികോണ ക്ഷേത്രത്തിലെ ശനിയുടെ അനുഗ്രഹവും 5-ൽ നിൽക്കുന്ന ശുക്രൻ്റെ അനുഗ്രഹവും ഇവർക്ക് ലഭിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാമെങ്കിലും ചില കാര്യങ്ങളിൽ ഗുണമായിരിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുക, വാഹനം വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീടൊന്ന് പുതുക്കി പണിയുക, അങ്ങനെയുള്ള എന്തെങ്കിലും വീട്ടിലേക്ക് ചില അത്യാവശ്യ വസ്തുക്കളൊക്കെ വാങ്ങിക്കുക, ഇതൊക്കെ. അതുപോലെ കലാപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് കാണിക്കുക, അതൊക്കെ ഈ ശുക്രൻ്റെ അവസ്ഥ കൊണ്ട് ഉണ്ടായേക്കാം. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു വന്നേക്കാം. കുറേയൊക്കെ കടങ്ങൾ തീർക്കാനും സാധിക്കും. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. പിന്നെ 3-ൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുംഭം കൂറുകാരുടെ 3-ലാണല്ലോ ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണവും ലഭിക്കും. കൃഷി ഭൂമിയിൽ നിന്ന് കുറച്ച് ആദായങ്ങളൊക്കെ കിട്ടും. തൊഴിൽപരമായിട്ട് കുറച്ച് പുരോഗതിയൊക്കെ കിട്ടും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുറേയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും പറ്റില്ല. പിന്നെ ഈ തെറ്റിദ്ധാരണകൾ നമ്മളെ പ്രയാസപ്പെടുത്തിയേക്കാം. കുടുംബത്തിൽ സമാധാനം വന്നു ചേരും, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ബുധൻ 5-ൽ സഞ്ചരിക്കുമ്പോൾ ഭാര്യാതനൂജ കലഹം എന്നൊരു ഫലമുണ്ട്. ഭാര്യയും തനൂജം എന്ന് പറഞ്ഞാൽ പുത്രൻ പുത്രി ഒക്കെയാണ്. അപ്പം ഭാര്യയും പുത്രന്മാർ അല്ലെങ്കിൽ പുത്രിമാരുമായിട്ടൊക്കെ തർക്കമുണ്ടാവുക, ഇത് ബുധൻ 5-ൽ സഞ്ചരിക്കുമ്പോഴത്തെ ഫലമാണ്. സൂര്യനും ബുധനും ശുക്രനുമാണ് 5-ൽ സഞ്ചരിക്കുന്നത്. ബുധൻ താമസിയാതെ കർക്കിടകത്തിലേക്ക് മാറും. അതോടൊപ്പം തന്നെ ശുക്രൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏതാനും ദിവസങ്ങൾക്കകം ശുക്രൻ മാറും. എങ്കിൽ പോലും ഈ ഭാര്യാതനൂജ കലഹം എന്നുള്ള അഭിപ്രായ വ്യത്യാസം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അങ്ങനെ മനസ്സമാധാനം കുറയാനുള്ള ഇടയുണ്ട്. പിന്നെ ജോലിക്ക് അപേക്ഷിക്കുന്നവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇൻ്റർവ്യൂവിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, വേഷവിധാനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ്റർവ്യൂവിന് പോകുന്നവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആകർഷകമായിട്ട് നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കുക. നല്ല ഡ്രസ്സ്, അവസരത്തിന് ഉചിതമായ ഡ്രസ്സ് ധരിച്ചു പോവുക.
ലളിതമാണെങ്കിലും നല്ല ഭംഗിയുള്ള വേഷം എന്ന് പറഞ്ഞാൽ നല്ല ആകർഷണീയമായ രീതിയിൽ, മാന്യമായ രീതിയിലും ആകർഷണീയമായ രീതിയിലും വേഷം ധരിച്ചു പോവുക, ശരീരത്തിന് ചേരുന്ന രീതിയിൽ. അപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്, നല്ല പോസ്റ്റുകളിലേക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ചതയം നക്ഷത്രക്കാരതൊന്ന് ശ്രദ്ധിക്കുക. മഹാദേവന് വഴിപാടുകൾ കഴിക്കുന്നത് വളരെ ഉചിതമാണ്. ധർമ്മശാസ്താവിന് നീരാജനം നടത്തിയിട്ട് ഇൻ്റർവ്യൂവിലോ ടെസ്റ്റുകൾക്കൊക്കെ പോകുന്നത് വളരെ ഗുണകരമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 3/4 ഭാഗം കുംഭക്കൂറിലും അവസാന പാദം മീനക്കൂറിലുമാണ്. ശനി കുംഭക്കൂറിൽ സഞ്ചരിക്കുന്നു. ജന്മശനിയുടേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരത്തെ പറഞ്ഞു, പല നക്ഷത്രക്കാരുടെയും ജന്മശനിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ സാഹസ കൃത്യങ്ങളൊക്കെ ചെയ്യുകയും അതിനകത്ത് പൂർണ്ണ വിജയം സാധിക്കാതെ വരികയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. നമ്മുടെ ആസൂത്രണം പാളിപ്പോവുകയും നമ്മുടെ ഒരു പ്ലാനിങ്ങോടുകൂടി പല കാര്യങ്ങൾക്ക് പോകുമെങ്കിലും അത് ആ പ്ലാനിങ് അനുസരിച്ച് നടക്കണമെന്നില്ല, അതും ബുദ്ധിമുട്ടുണ്ടായേക്കാം. പിന്നെ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ, സാമൂഹ്യമായ കാരണങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കേസുകളിലോ അല്ലെങ്കിൽ നടപടികളിലോ, സർക്കാർ നടപടികളിലോ ഒക്കെ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ആലസ്യം കാണിക്കുന്നത് കൊണ്ട് പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയേക്കാം. കടബാധ്യതകൾക്ക് പരിഹാരം കാണാൻ ഒരളവ് വരെ സാധിക്കുന്നതാണ്. നിലവിലെ ജോലി മാറ്റി പുതിയ ജോലി വാങ്ങിക്കാനായിട്ട് ഉചിതമല്ല സമയം. കാരണം പൂർണ്ണമായിട്ടും ഉചിതമായൊരു സമയമല്ല പൂരുട്ടാതിക്കാർക്ക്. എന്നാൽ ചില കാര്യങ്ങളിൽ ഗുണകരവുമാണ്. ആഭരണം, വാഹനം ഒക്കെ മാറ്റി വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പല പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്ത രീതിയിൽ മറ്റുള്ളവർ മുന്നോട്ട് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ആശയങ്ങളാണ് അവിടെ പ്രാവർത്തികമാക്കുന്നത്, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് വേറെ വല്ലവരൊക്കെ അടിച്ചെടുക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മറ്റൊരു തരത്തിൽ സന്തോഷിക്കാം, നമ്മുടെ ആശയമാണല്ലോ ചെയ്യുന്നത് എന്നുള്ളത്. രണ്ടും 2 തരത്തിലുള്ള സന്തോഷമാണ് എന്ന് മാത്രം. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമൊക്കെ അനുകൂല വിജയമുണ്ടാകും. ശാസ്ത്രജ്ഞരൊക്കെ വലിയ പൊസിഷനിലാണെങ്കിലും അവരുടെ പല കണ്ടുപിടുത്തവും പലപ്പോഴും വെളിച്ചത്ത് വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും മറ്റ് ആളുകളുടെയൊക്കെ ഇടപെടൽ കൊണ്ട്. എന്ന് പറയുന്ന പോലെ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇങ്ങനെ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാനൊന്നും പറ്റിയ ഒരു സമയമല്ല. എന്നാൽ വ്യാപാര രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ കൂടുതൽ ഊർജം ചെലവഴിച്ച് വ്യാപാരം നടത്തേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കണം, കൂടുതൽ ആൾക്കാരെ അതിലേക്ക് ബന്ധപ്പെടുത്തണം, ക്ലയൻസിനെ അല്ലെ കസ്റ്റമേഴ്സിനെ നമ്മൾ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്തണം, നമ്മുടെ കടയിലേക്കൊക്കെ ആകർഷിച്ച് കൊണ്ടുവരണം, സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം പുലർത്തണം. ഇങ്ങനെ കുറേ കഠിനമായ കാര്യങ്ങളൊക്കെ, ബുദ്ധിമുട്ട് പിടിച്ച കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് ആണെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള പോസിറ്റീവ് സൈഡും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം അല്പം കുറവായിരിക്കും. അത് മനസ്സിനത്ര സുഖകരമല്ല. പ്രതീക്ഷിച്ച പ്രൊമോഷൻ കിട്ടാനായിട്ട് കാലതാമസം ഉണ്ടാകും. സുഹൃത്തുക്കൾ പലതും വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് വിഷമമുണ്ടാക്കും. വീട്ടിലെ അന്തരീക്ഷം പൊതുവെ തൃപ്തികരമായിരിക്കും. മക്കൾക്ക് പഠന മികവ് കാണിക്കാനായിട്ട് സാധിക്കും, അതിൽ നിന്ന് സന്തോഷമുണ്ടാകും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. സർക്കാർ ജോലിയേക്കാളും സ്വകാര്യ മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂരുട്ടാതിക്കാർക്ക് പൂർണ്ണമായിട്ടും ഗുണകരമല്ലെങ്കിലും സാമാന്യം ഗുണകരമാണ്. അവരുടെ ജീവിതത്തിന് അടിസ്ഥാനമിടാൻ കഴിയുന്ന പല കാര്യങ്ങളും നടപ്പാക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഈ അലസത, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് അതൊക്കെ ഒഴിവാക്കി നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കുക, ഒന്ന് ശ്രദ്ധാപൂർവം ജീവിതത്തെ നിരീക്ഷിക്കുക. അപ്പം കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. മഹാദേവന് വഴിപാട് കൊടുക്കുക, ദേവിക്ക് വഴിപാട് കൊടുക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ മീനക്കൂറിലാണ് ഉൾപ്പെടുന്നത്. മീനക്കൂറിൽ രാഹു സഞ്ചരിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ 12ാം രാശിയിൽ, അതായത് തൊട്ട് മുമ്പുള്ള രാശിയിൽ ശനി സഞ്ചരിക്കുന്നു. മീനക്കൂറിൽപ്പെട്ടവർക്ക് 7.5 ശനിയുടെ
ആദ്യ ഘട്ടമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ജാഗ്രത വേണ്ട സമയമാണ്. അതുപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു. ധനം, വാക്ക് തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട്. 3-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ദൈവാധീന കുറവാണ് അത് സൂചിപ്പിക്കുന്നത്. 4-ലാണ് ബുധനും ശുക്രനും സൂര്യനും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കരുത്. തിടുക്കത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പ്രായോഗികമായ പല തടസ്സങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെടും. ഔദ്യോഗികമായ തിരക്കുകൾ, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക, ചില സമയത്ത് സ്ഥലം മാറ്റം ഉണ്ടാകാം, അതുപോലെ തന്നെ പ്രമോഷനുകൾ വൈകാൻ ഉള്ള സാധ്യത, ഇതൊക്കെ ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ ഇതുകൊണ്ടൊന്നും മാനസിക സംഘർഷത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇതെല്ലാം സാധിച്ച് കിട്ടും. പക്ഷേ ചെറിയ തടസ്സത്തോടു കൂടി മാത്രമേ കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുക എന്നത് ഈ മാസം അത്ര സാധ്യതയില്ല. അതുപോലെ തന്നെ പുതിയ തലമുറയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഗൃഹാന്തരീക്ഷത്തിൽ ആശയപരമായ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം. വിദേശ യാത്രയ്ക്ക് പോകുന്നവർക്ക് ഗുണകരമാണ്. അതായത് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ തൊഴിലിനോ ഒക്കെ സാധ്യത ഉള്ള കാലമാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും കുറച്ച് ധനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജന്മത്തിൽ സഞ്ചരിക്കുന്ന രാഹു കുറുക്കുവഴികളിൽ കൂടി ധനം തരുന്ന ഒരു ഗ്രഹ അവസ്ഥയാണ്. പക്ഷേ 7-ൽ കേതു നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. 7-ലാണ് കേതു സഞ്ചരിക്കുന്നത്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ട സമയമാണ്. പിന്നെ ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. മുമ്പ് തീരുമാനിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ സമയത്ത് സാധിച്ചു കിട്ടും. ഉദ്യോഗസ്ഥർക്ക് സ്വന്തം പദവിയിൽ തുടരാൻ സാധിക്കും. ഉയർച്ചയ്ക്കുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് അത് സാധിച്ചു കിട്ടണമെന്നില്ല. കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. സാമൂഹ്യ പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പ്രണയ സാഫല്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അധ്യാപകരുടെയൊക്കെ ഇടപെടലുകൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ഒന്നുമല്ലെങ്കിൽ നാട്ടുകാരായ ചിലരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. പരസ്യമായിട്ടുള്ള ഒരു പ്രണയ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. പല രീതിയിലുള്ള ആരോപണങ്ങൾ സൃഷ്ടിച്ചേക്കാം, അല്ലെങ്കിൽ അപവാദങ്ങൾ സൃഷ്ടിച്ചേക്കാം. വാക്കിൻ്റെ സ്ഥാനത്ത് ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് വാക്കുകൾ പരുഷമാകാനിടയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കൺട്രോൾ വേണം. നമുക്കൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ആരോടാണെങ്കിലും, കൊച്ചുകുട്ടികളോടാണെങ്കിലും പ്രായമായവരോടാണെങ്കിലും നമ്മുടെ മേലധികാരികളോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു അല്പം നിയന്ത്രണം പുലർത്തണം സംസാരത്തിൽ. നാക്കിന് ചൊവ്വയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വാക്കുകളാണ് പലപ്പോഴും വായിൽ നിന്ന് വരുന്നത്. അതൊന്ന് സൂക്ഷിക്കുക. പിന്നെ പുരാണം, ഇതിഹാസം, ശാസ്ത്രങ്ങൾ, ആധ്യാത്മിക കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. ദാമ്പത്യത്തിൽ ചെറിയ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ സംഘർഷഭരിതമായിട്ട് പോകേണ്ടി വരും. നേരത്തെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കടം വാങ്ങിയ ആൾക്കാർ ഈ സമയത്ത് തിരിച്ചു തന്നേക്കാം. നമുക്ക് കടം വീട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടും എന്നുള്ളത്. നമ്മളെടുത്തിരിക്കുന്ന കടം വീട്ടാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാകും. പിന്നെ പ്രലോഭനങ്ങൾ പലതും ജീവിതത്തിലുണ്ടാകും. അവയൊക്കെ അതിജീവിക്കാൻ സാധിക്കും. അതിനുള്ളൊരു കരുത്ത് മനസ്സിന് നേടണം എന്ന് മാത്രം. എപ്പോഴും നമ്മുടെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. സരസ്വതി ദേവിക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. വാഗ്ദേവിക്ക് എന്തെങ്കിലും അർച്ചനയോ നെയ്വിളക്കോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചൊവ്വ 2-ൽ സഞ്ചരിക്കുമ്പോൾ. ഈ രണ്ടും പ്രശ്നമാണ്. ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന രാഹുവിന് വിഷത്തിൻ്റെയും യുദ്ധം എന്ന് പറഞ്ഞാൽ വിഷം, അപവാദം, ആരോപണങ്ങൾ, കള്ളത്തരം, ഇതൊക്കെ രാഹുവിനുമുണ്ട്. ചൊവ്വയ്ക്കാണെങ്കിൽ അക്രമ സ്വഭാവവും മുറിവേൽപ്പിക്കുന്ന സ്വഭാവവും എല്ലാം ഉണ്ട്. ജന്മക്കൂറിൽ രാഹുവും വാക്കിൻ്റെ സ്ഥാനത്ത് ചൊവ്വയും സഞ്ചരിക്കുമ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇവരൊന്ന് സൂക്ഷിക്കുക. മീനക്കൂറിൽപ്പെട്ട ഉത്രട്ടാതിക്കാർ കൂടുതലായിട്ട് വാക്കിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കുക. പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ടെസ്റ്റുകൾ എഴുതുകയും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുമ്പോഴും പ്രകോപനപരമായ വാക്കുകൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ പറഞ്ഞാലും നമ്മൾ വളരെ സംയമനത്തോടെ മാത്രമേ പ്രതികരിക്കാവുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രകോപനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് കാലത്തിൻ്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സംയമനം പാലിക്കുക, നമ്മൾ മനസ്സിന് സ്വസ്ഥത കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഉത്രട്ടാതിക്കാരെ പറ്റി പറയാനായിട്ട്. അവരും മഹാദേവന് വഴിപാട് കൊടുക്കുക. അവരുടെ കുടുംബ ദേവതയ്ക്ക് എന്തെങ്കിലും ഒരു അർച്ചനയോ ഒരു പട്ടോ ഒക്കെ സമർപ്പിച്ചിട്ട് ജോലിക്കും ഇൻ്റർവ്യൂവിനൊക്കെ ശ്രമിച്ചാൽ കൂടുതൽ ഗുണപ്രദമായിരിക്കും. വാക്കിൻ്റെ ഒരു പ്രശ്നം വരാൻ ഇടയുള്ളതുകൊണ്ടാണ് സരസ്വതി ദേവിക്ക് ഒരു നെയ്വിളക്ക് തെളിയിക്കാൻ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് സരസ്വതി ക്ഷേത്രമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ചാലും മതിയാകും. സരസ്വതി സങ്കല്പത്തിൽ വിളക്ക് തെളിയിച്ചാൽ മതിയാവും. അപ്പോൾ അതാണ് ഉത്രട്ടാതിക്കാരുടെ ഫലം. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്കും ചൊവ്വ 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കാനായിട്ടിടയുണ്ട്. കൂട്ടുകാർ പോലും ശത്രുക്കളാകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. ഏജൻസി പ്രവർത്തനങ്ങൾ, ഇടനില നിൽക്കുക, ബ്രോക്കറായിട്ടൊക്കെ പ്രവർത്തിക്കുക, പിന്നെ ടൂറിസ്റ്റ് ഗൈഡായിട്ടൊക്കെ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതായത് ഈ സെയിൽസ്, നമ്മൾ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് സെയിൽ ചെയ്യുന്നവർക്കുണ്ടല്ലോ, അവർക്ക് ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എപ്പോഴും നല്ല വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരുമായിട്ട് സംസാരിച്ചാലും ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പതിവിലും കൂടുതൽ പ്രവൃത്തികൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. സഹോദര ഗുണം ഉണ്ടാവും. കലാവാസനകൾ നന്നായിട്ട് പ്രയോഗിക്കാനായിട്ട് സാധിക്കും. പ്രായോഗിക പരിചയം പല കാര്യങ്ങളിലും നേടുന്നതാണ്. സുഖഭോഗങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ നടത്താനായിട്ട് പല അവസരങ്ങളും ഉണ്ടാകും. സാങ്കേതിക കോഴ്സുകൾ അല്ലെങ്കിൽ ബയോമെഡിക്കൽ കോഴ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. അതിലൊക്കെ പഠിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. രാഹു കുറച്ച് ദോഷം ചെയ്തുകൊണ്ട് സർപ്പദൈവങ്ങൾ കൂടെ എന്തെങ്കിലും ഒരു മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും വാങ്ങിച്ച് സമർപ്പിക്കുന്നത് നല്ലതാണ്. രാഹുവിൻ്റെ ദോഷം മാറിയിട്ട് ഗുണഫലം കിട്ടാനായിട്ട് സഹായിക്കും അത്. പൂർവിക സ്വത്ത് നമ്മൾ പങ്കുവെച്ച് കൊടുക്കാൻ ഇടയുണ്ട്. മക്കൾ ഒക്കെ പ്രായപൂർത്തിയായവരാണെങ്കിൽ ഈ സമയത്ത് പൂർവിക സ്വത്തൊക്കെ വീതം വെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനായിട്ടുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ പൊതുവെ നോക്കുമ്പം കുടുംബാംഗങ്ങൾക്ക് പല രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും. ധനപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ തൊഴിൽപരമായിട്ടോ ഒക്കെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മരുമക്കൾക്ക് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് അങ്ങനെ ഉള്ളവർക്ക് പുരോഗതി ഉണ്ടാകുന്നുണ്ട്. സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ പുരോഗതി ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന കാലമാണ്. പൊതുവെ നോക്കുമ്പോൾ തൊഴിൽ മേഖലകളിൽ രേവതി നക്ഷത്രക്കാർക്ക് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പ്രൊമോഷനുകൾക്കൊക്കെ വേണ്ടിയിട്ട് അല്പം കൂടെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും. പിന്നെ രേവതിക്കാർക്കുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായ ചില സമ്മർദ്ദങ്ങൾ ഈ മാസം നേരിടേണ്ടി വരും. വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ജീവിതത്തിലുണ്ടാകും. വ്യാപാരത്തിൽ കൂടുതൽ മുതൽ മുടക്കാൻ ഈ സാഹചര്യം അനുയോജ്യമല്ല. എന്നാൽ കമ്മീഷൻ വ്യവസ്ഥയിലോ ഏജൻസി വ്യവസ്ഥയിലോ ഒക്കെ ചെയ്യുന്ന വ്യാപാരങ്ങൾ ഗുണകരമായിട്ട് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കും. കരാറുകൾ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മളോട് പെരുമാറുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു കെയർ, ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും പുലർത്തുന്നത് നന്നായിരിക്കും. ഒരു പേഴ്സണൽ കെയർ തന്നെ എടുക്കുക. കാരണം നമ്മുടെ ഒരു അബദ്ധത്തിൽ പെട്ടാൽ നമുക്ക് നമ്മളെ കാണുള്ളൂ. വേറെ ആരെങ്കിലും വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും ഉദ്ദേശിക്കുന്ന കോണുകളിൽ നിന്ന് സഹായം കിട്ടാനായിട്ട് സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് 7.5 ശനിയുടെ ആ കാലഘട്ടമാണല്ലോ, തുടക്ക കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. രാഹു ജന്മത്തിൽ സഞ്ചരിക്കുന്നു. 2-ൽ ചൊവ്വ, 3-ലാണ് വ്യാഴം.
ദൈവാധീനം കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടവും കൂടെയാണ്. അതുകൊണ്ടാണ് നമുക്ക് അറിവില്ലാത്ത മേഖലകളിൽ പോയി പരീക്ഷണം നടത്തരുത്. ധനപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ പരീക്ഷണം നടത്തേണ്ടതില്ല. അത് ചിലപ്പോൾ ദോഷകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രേവതി നക്ഷത്രക്കാർ വ്യക്തിപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കരാറുകളൊക്കെ ഒപ്പിടുമ്പം വ്യവസ്ഥകളൊക്കെ വായിച്ചു നോക്കിയിട്ട് മാത്രം ഒപ്പിടുക. നമുക്ക് ദോഷകരമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒഴിവാകുക. അതുപോലെ തന്നെ ജാമ്യം നിൽക്കുക, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും റെക്കമെൻഡേഷൻസിന് പോവുക, അതുപോലെ തന്നെ നമുക്ക് നല്ല അടുത്ത് പരിചയമില്ലാത്ത ആളുകളുമായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾക്ക് പോവുക, ഇതൊന്നും ഗുണകരമല്ല. അപ്പോൾ എപ്പോഴും ഈ ഒരു മിഥുനമാസം എല്ലാ കാര്യത്തിലും കുറച്ച് ഒതുക്കത്തിൽ ജീവിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ അതാണ് രേവതി നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 5 നക്ഷത്രക്കാരുടെ മിഥുന മാസ ഫലമായിട്ട് പറയാനുള്ളത്. ഇത് വളരെ ചുരുക്കി ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പോലും വീഡിയോ വളരെ നീണ്ടുപോയി എന്നുള്ളത് ഒരു സത്യമാണ്. എങ്കിലും ഒരു നല്ലൊരു പങ്കും ഇതിനകത്ത് അനുഭവത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് പോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ 5 നക്ഷത്രക്കാർക്കും പൂർണ്ണമായിട്ടും ഗുണകരമല്ല കാലം എന്നുള്ളത് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണും. അതുകൊണ്ട് എല്ലാവരും ഈശ്വര പ്രാർത്ഥനയോട് കൂടിയും എല്ലാ കാര്യത്തിലും നമുക്കൊരു നല്ല ആത്മാർത്ഥതയോടുകൂടി മനസ്സർപ്പിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ പാലിക്കുക. നമ്മൾ കരാറുകൾ ഒപ്പിടുമ്പോഴും ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധ പുലർത്തുക. കടങ്ങൾ നല്ലൊരു പരിധിവരെ വീട്ടാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.